സ്വാഭാവികമായിട്ടും കിടപ്പിലാകുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന മുറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ആ കിടപ്പിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ പെട്ടെന്ന് എണീറ്റ് എനർജൈസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആവശ്യം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാന വിഷയം ഇത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഈ വീഡിയോ. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കന്നിമൂലയുടെ കാര്യങ്ങൾ എപ്പോഴും പറയുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കന്നിമൂല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കന്നിമൂലയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ സംസാരിച്ചിട്ടുണ്ട്. വിഷയങ്ങൾ വളരെ വളരെ വൈവിധ്യത്തോടു കൂടി നമുക്ക് കന്നിമൂലയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കന്നിമൂലയും കിടപ്പ് രോഗികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കിടപ്പ് രോഗി എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള അസുഖം കൊണ്ട് കിടപ്പിലാവുന്നവരുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കിടപ്പിലാകുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന മുറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ആ കിടപ്പിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ പെട്ടെന്ന് എണീറ്റ് എനർജൈസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആവശ്യം. അപ്പം അങ്ങനെ വരുമ്പോൾ കന്നിമൂല മുറി അവരുപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂല മുറിയിൽ കിടന്നു കഴിഞ്ഞാൽ ആ എഴുന്നേൽക്കാനുള്ള ഒരു എനർജി കുറയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കന്നിമൂല എപ്പോഴും വെയിറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സോണാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും വെയിറ്റുള്ളൊരു വസ്തു സ്ഥിരമായി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തു അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി. നമ്മൾ പറയുമല്ലോ, ഈ കുട്ടികൾ പഠിക്കുന്ന ബുക്കുകൾ ഒരിക്കലും കന്നിമൂലയിൽ അലമാരിയിൽ വെക്കരുതെന്ന് നമ്മൾ പറയും. കാര്യം അവിടെ തന്നെ ഇരുന്ന് പോവും, അത് എടുക്കില്ല, പഠിക്കില്ല എന്ന് നമ്മൾ പറയും. ഇത് പ്രാക്ടിക്കലി തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. കന്നിമൂലയിൽ വയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പിന്നെ അനക്കുന്നത് വളരെ അപൂർവമായിരിക്കും. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പൈസ എല്ലാം കൊണ്ട് കന്നിമൂലയിൽ വയ്ക്കണമെന്ന് പറയുന്നത്. അപ്പം പൈസ അനങ്ങുന്നത് കുറവായിരിക്കും. കാര്യം അത് വെയിറ്റ് ഡിമാൻഡ് ചെയ്ത് അവിടെ തന്നെ നിൽക്കും, ആ ഒരു സ്റ്റെബിലിറ്റി. പിന്നെ കന്നിമൂലയിൽ നമുക്ക് ഈ അലമാര വെച്ചിട്ട് വെയിറ്റ് വെച്ച് ധനം വെച്ച് നോർത്ത് ഫേസ് ചെയ്ത് നിൽക്കുന്ന അത് ആ ഒരു കോൺസെപ്റ്റൊക്കെ വേറെയാണ്. പക്ഷേ ഇതിനകത്ത് വെയിറ്റ് എന്നുള്ള ആംഗിളിൽ നോക്കുമ്പോൾ കന്നിമൂല എന്ന് പറയുന്നത് കിടപ്പ് രോഗികൾ കഴിയുന്നത് ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. പലർക്കും അത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലൈവായിട്ട് ഞാനത് കണ്ടതാണ്. കാര്യം ഇങ്ങനെ മാറിക്കിടക്കുമ്പോൾ അപ്പം തന്നെ ബ്ലെസ്സിങ്. പ്രത്യേകിച്ച് കിടപ്പ് രോഗികളൊക്കെ നോർത്ത് ഈസ്റ്റ് സോണിലേക്ക് മാറുക. നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾക്കൊരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂം നിങ്ങളൊരു ചികിത്സ തേടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കിടപ്പ് അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ ആ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് നിങ്ങളെ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള ഒരു മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈശാന കോണാണല്ലോ. അത് ഈശാന കോണം ബ്ലെസ്ഡ് സോണാണ്. ഈശാനം ദേവതാസ്ഥാനം, ദേവതയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതാണ് ഈ വയസ്സായ ആളുകൾക്ക് നമ്മൾ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം കൊടുക്കണമെന്ന് പറയുന്നത്. അവർക്കൊരു ബ്ലെസ്സിങ് കിട്ടുന്ന ഒരു സോണാണ്. എപ്പോഴും ഒരു ഡിവൈൻ സപ്പോർട്ട് സിസ്റ്റം നമ്മളവിടെ കൊടുക്കുക. ഈ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്പിരിച്വൽ എനർജിയും ആ ഒരു ഡിവൈൻ സപ്പോർട്ടും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എല്ലാവരും ഒരു ദിവസം വയസ്സാവും. നിങ്ങളൊരു വീട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നോർത്ത് ഈസ്റ്റിലെ ഒരു ബെഡ്റൂം നിങ്ങൾ ഒഴിവാക്കണ്ട. കാര്യം ആ നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം നിങ്ങൾക്ക് ഇതുപോലെ റീചാർജിന് വേണ്ടിയിട്ട്, ഞാൻ എപ്പോഴും പറയും നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം കുട്ടികൾക്കും വയസ്സായവർക്കും ആണെന്നൊക്കെ പറയുന്നെങ്കിലും നിങ്ങൾക്കിങ്ങനെ ഒരു രോഗാവസ്ഥയൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ റിക്കവർ ചെയ്യാൻ സഹായിക്കുന്നതാണ് നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം. വീട്ടിലെ ഒരു ഓട്ടോമാറ്റിക് ഒരു ഹോസ്പിറ്റൽ നേച്ചറൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നോർത്ത് ഈസ്റ്റ്. കാര്യം നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂം നിങ്ങളെ പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും നിങ്ങൾക്ക് കൊണ്ടുവരും. ഇനി നിങ്ങൾക്ക് അവിടെ കിടക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എനർജൈസിങ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വായിക്കാനൊക്കെ കഴിയുന്ന നോർത്ത് ഈസ്റ്റിൽ നമ്മൾ പോയിരുന്ന് വായിക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർത്ത് ഈസ്റ്റ് അല്ല നമ്മുടെ വിഷയം. നമ്മൾ സൗത്ത് വെസ്റ്റിൻ്റെ കാര്യത്തിനെ പറ്റി പറയുമ്പോൾ സൗത്ത് വെസ്റ്റിൽ കിടപ്പ് രോഗികൾ പാടില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ കിടപ്പ് രോഗികൾ കഴിയുന്നതും നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നമുക്ക് ചിലപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടാകും. കാരണം നമ്മളൊരു മുറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു അസുഖം നമ്മൾ കിടക്കുകയാണ്, സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ജയിച്ച് പോവുക
വേറൊരു സ്ഥലത്ത് സെറ്റാക്കുക എന്നൊക്കെ പറയാം. അതുകൊണ്ടൊരു ആൾട്ടർനേറ്റീവ് പൊസിഷനിങ്ങിന് ഉണ്ടായിരിക്കുന്ന എപ്പോഴും നമുക്ക് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കിടപ്പ് രോഗികളെ ശ്രദ്ധിക്കുക, അവരെ കന്നിമൂല മുറിയിൽ നിന്നും മാറ്റി ഈശാന കോണുള്ള മുറിയിലേക്ക് കൊണ്ടുപോവുക. ഇല്ലെങ്കിൽ ഈ വായുകോണായാലും കുഴപ്പമില്ല, പക്ഷേ കന്നിമൂല ഭാഗത്തു നിന്ന് മാറ്റുന്നതാണ് നമുക്ക് നല്ലത്. കാര്യം നല്ലൊരു ബെനിഫിറ്റ്. കാര്യം ഇതൊരു പ്രാക്ടിക്കലി കേസ് ടു കേസ് അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ്, ഇതൊരു ജനറൽ ടേമായിട്ട് പറയുന്നതല്ല. അതൊരു കേസ് ടു കേസ് നടന്ന അനുഭവങ്ങളും പലരുടെ അനുഭവത്തിൽ നിന്നുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. മറ്റു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.